ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. മഴയുടെ കുറച്ച് പ്രയാസങ്ങളിലൊക്കെ ആയിരുന്നല്ലേ നമ്മള്, എങ്കിലും അതിൽ നിന്നൊക്കെ നമ്മളിപ്പം മാറി ഇപ്പൊ നല്ല ഹാപ്പി മൂഡിലൊക്കെ എത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതുപോലെ നമ്മുടെ BHSC 107 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇഗ്നോ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിലെ ചാപ്റ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ 2 ആണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പാഠം പഠിച്ചു. അതിനുശേഷം ഇന്ന് ചാപ്റ്റർ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എളുപ്പമുള്ള ഒരു പാഠമാണേ, പേടിപ്പിക്കില്ല. അതായത് ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റ് കൺസോളിഡേഷൻ ആൻഡ് എക്സ്പാൻഷൻ. ചാപ്റ്ററിന്റെ പേരെന്താണ്? ഡൽഹി സുൽത്താനേറ്റ് കൺസോളിഡേഷൻ ആൻഡ് എക്സ്പാൻഷൻ. എന്താണ്? എളുപ്പമല്ലേ? ഡൽഹി സുൽത്താനേറ്റ് കഴിഞ്ഞ കുഞ്ഞു ക്ലാസ് തൊട്ടേ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഡൽഹി സുൽത്താനേറ്റ് അല്ലെങ്കിൽ ഡൽഹി ഭരണത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോ ഈ ചാപ്റ്ററിലും 5 ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നത്. പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു 5 ക്വസ്റ്റ്യന്റെ ആ ഒരു നോട്ടും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ അവസാനം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പം സുഖസുന്ദരമായിട്ട് നമ്മുടെ ഡിഗ്രി നമ്മുടെ കയ്യിലെത്തും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ക്ലാസ്സുകൾ മിസ്സാക്കാതെ ക്ലാസ്സുകൾ ഡെയിലി കാണുക, അതിന്റെ നോട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക, സന്തോഷമായിട്ടിരിക്കുക. പഠിത്തത്തെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ സമീപിക്കാതെ പഠിത്തത്തെ അതിൻ്റെതായ ഒരു ഹാപ്പി ആയിട്ട് സമീപിച്ച് നോക്കും. നന്നായിട്ട് മാർക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി കഥ പറയണ്ട, നമുക്ക് വൈകിപ്പിക്കാതെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. ഡൽഹി സുൽത്താനേറ്റ് കൺസോളിഡേഷൻ ആൻഡ് എക്സ്പാൻഷൻ. അപ്പൊ ഇതില് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൽത്തുമിഷ് വാസ് ദ റിയൽ ഫൗണ്ടർ ഓഫ് ദ ടർക്കിഷ് റൂൾ ഇൻ ഇന്ത്യ, എക്സ്പ്ലെയിൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, വഴിയെ പറഞ്ഞു തരാം. രണ്ടാമത്തത് എക്സ്പാൻഷൻ അണ്ടർ ദ ഹിൽജീസ്. അത് കഴിഞ്ഞ ശേഷം ദ മംഗൾ പ്രോബ്ലം. ഇങ്ങനെയുള്ള ഒരു 3 ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്താണ് ഡൽഹി സുൽത്താനേറ്റ് കൺസോളിഡേഷൻ ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൽത്തുമിഷിനെ എന്തുകൊണ്ട് റിയൽ ഫാദർ അല്ലെങ്കിൽ റിയൽ ഫാദർ എന്ന് പറയാൻ കാരണം? ഇൽത്തുമിഷ് വാസ് ദ റിയൽ ഫൗണ്ടർ തുർക്കിഷ്. തുർക്കി ഭരണത്തിന്റെ പ്രധാനപ്പെട്ട എന്താണ് റിയൽ ആയിട്ടുള്ള ഒരു ഭരണാധികാരി എന്ന് നമ്മുടെ ഇൽത്തുമിഷിനെ പറയാനായിട്ടുള്ള കാരണം എന്തെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? എന്താണ് കാരണം? ഇന്ത്യയിലെ തുർക്കി ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരെയാണ്? ഇൽത്തുമിഷിനെയാണ്. ഓക്കെ, യഥാർത്ഥ സ്ഥാപകൻ. അപ്പൊ അതിന്റെ അർത്ഥം കഴിവുള്ള വേറെ ആൾക്കാർ മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അവരെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു കാറ്റഗറിയിലോട്ട് എന്ത് ചെയ്തിട്ടില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ ഒന്നുകൂടെ ഇന്ത്യയിലെ തുർക്കി ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്ന് ആരെ വിളിക്കാം? ഇൽത്തുമിഷിനെ വിളിക്കാം. കാരണം അദ്ദേഹം ഇന്ത്യയില് തുർക്കി ഭരണം ഏകീകരിച്ച വ്യക്തി, യൂണിഫൈഡ് ചെയ്ത വ്യക്തി ആരായിരുന്നു? ഒരു ഏകീകരണം, അങ്ങനെ ഇങ്ങനെ ചിന്നിക്കിടന്ന തുർക്കി ഭരണത്തെ ഒരു ഒരു അടുക്കിപ്പറക്കി വെക്കുക എന്ന് പറയില്ലേ, സ്റ്റേബിൾ ആക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആക്കിയ വ്യക്തിയായിരുന്നു നമ്മുടെ ഇൽത്തുമിഷ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചത്? നമ്മുടെ ഇൽത്തുമിഷിനെ റിയൽ ഫൗണ്ടർ ഓഫ് തുർക്കി. ഓക്കെ, തുർക്കിയിലെ റിയൽ ഫൗണ്ടർ എന്ന് അദ്ദേഹത്തെ വിളിക്കാനായിട്ട് കാരണം ഇദ്ദേഹം എന്തൊക്കെയാണ്? ഗോളിയാർ, മാൾവ, രൺപൂർ, ഉജ്ജയിൻ ഇങ്ങനെയുള്ള കുറേ എന്ത് ചെയ്തു? സൈന്യങ്ങളൊക്കെ അദ്ദേഹം പിടിച്ചെടുത്തു. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ സൈന്യങ്ങൾ പിടിച്ചെടുത്ത വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അവയൊക്കെ എന്ത് ചെയ്തു? ഡൽഹി സുൽത്താനേറ്റിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു. ഡൽഹി സുൽത്താനേറ്റിന്റെ അധീനതയിൽ കൊണ്ടുവരികയും അതിനെ എന്ത് ചെയ്തു? സാധ്യമായ രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു ഭരണത്തെ ഏകീകരിക്കുകയും അതുപോലെ സംഘടിപ്പിക്കുകയും ധനകാര്യ റവന്യൂ വകുപ്പുകളൊക്കെ പുനഃസംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. അതായത് വേറെ ഒന്നും അല്ല, ഒരു റിയൽ ഫൗണ്ടർ എന്ന് പറയാൻ കാരണം കുറെ നല്ല കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തെ റിയൽ ഫൗണ്ടർ എന്ന് പറയാൻ കാരണം. ഓക്കെ, അല്ലാതെ ഇതിന് മുന്നേ വന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അത് നമുക്ക് അങ്ങോട്ടും പഠിക്കാം. അദ്ദേഹം ഒന്നും തുർക്കി അങ്ങോട്ട് എന്ത് ചെയ്തിട്ടില്ല? സപ്പോർട്ട് ചെയ്തിട്ടില്ല. സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഇത്രയും നല്ലൊരു ഭരണാധികാരിയെ പോലെ എന്ത് ചെയ്തിട്ടില്ല? മുന്നോട്ട് വന്നിട്ടില്ല. ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്? ഡൽഹി സുൽത്താനേറ്റിന്റെ അധീനതയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഒരുപാട് മംഗോളിയൻ ആക്രമണങ്ങളിൽ നിന്നൊക്കെ നമ്മളെ തുർക്കി എന്ത് ചെയ്തു? തുർക്കി സാമ്രാജ്യത്തെ വളരെ സംരക്ഷിച്ച വ്യക്തിയാണ് നമ്മുടെ ഇൽത്തുമിഷ്. ധനകാര്യ വകുപ്പ്, ധനകാര്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സാമ്പത്തിക അല്ലെ, ആ ഒരു മേഖലയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു അല്ലെങ്കിൽ പുനഃസംഘടിപ്പിച്ച വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ
സുൽത്താനേറ്റ് അല്ലെങ്കിൽ തുർക്കി അല്ലെ ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ അല്ലേ? അടുത്ത ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹത്തെ എന്താണ് അടിമത്തത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് അല്ലെ. അത് നമുക്ക് അയാളുടെ ഒരു ചെറിയൊരു ജീവചരിത്രം കൂടെ പഠിച്ച് നമുക്ക് നോക്കാം. ചെറുപ്പത്തിൽ തന്നെ അടിമത്തിലേക്ക് തള്ളിവിട്ട ഇൽത്തുമിഷ് തന്റെ ആദ്യകാല ജീവിതം എവിടെയായിരുന്നു? ബുഖാറയിലും ഗസ്നിയിലും ഒന്നിലധികം യജമാനന്മാരുടെ കീഴിൽ ചെലവഴിച്ചു. അപ്പൊ അയാളുടെ ജീവിതം ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ബാല്യകാല ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളതായിരുന്നില്ല. കാരണം എന്തായിരുന്നു എന്നറിയോ? ഇയാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു. കാരണം ചെറുപ്പത്തിലെ ഒരു സ്ലേവിംഗ് സിസ്റ്റം, സ്ലേവറി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമത്തത്തിലോട്ട് പോയ വ്യക്തിയാണ്. അടിമത്തത്തിലോട്ട് പോയ ഇദ്ദേഹത്തെ അവിടെ നിന്ന് അദ്ദേഹം എന്താണ് ഒരു ഫിനിക്സ് പക്ഷെ പോലെ ഉയർന്നു വന്ന വ്യക്തിയാണ്. അപ്പൊ പല ഉദ്യോഗസ്ഥരുടെ കീഴിലും പല രാജാക്കന്മാരുടെ കീഴിലും ഇദ്ദേഹം എന്ത് ചെയ്തു എന്നാണ്? ഒന്നിലധികം രാജാക്കന്മാരുടെ കീഴിൽ ചെലവഴിച്ചു. ഒന്നിലധികം രാജാക്കന്മാരുടെ കീഴിൽ അദ്ദേഹം ആദ്യകാല ജീവിതം എന്ത് ചെയ്തു? ചെലവഴിക്കുകയും ബുഖാറയിലും അതുപോലെ തന്നെ ഗസ്നിയിലും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തു? യജമാനന്മാരുടെ കീഴിൽ ചെലവഴിച്ചു അല്ലെ. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അനുസരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ. 1190കളുടെ അവസാനത്തിൽ എന്താണ് ഗരീദ് അടിമ സൈന്യവുമായി ഖുത്ബുദ്ദീൻ ഐബക്ക് അദ്ദേഹത്തെ ഡൽഹിയിൽ നിന്ന് വാങ്ങി. അപ്പൊ ഖുത്ബുദ്ദീൻ ഐബക്ക് അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഡൽഹിയിൽ നിന്ന് ഇദ്ദേഹത്തെ പൈസ കൊടുത്ത് ഇൽത്തുമിഷിനെ എന്ത് ചെയ്യാണ്? വാങ്ങിക്കുകയാണ്. അടിമ വാങ്ങിക്കുന്നത് എന്തിനാണ്? വെറുതെ ആണോ? സകലകാല ജോലികളും ചെയ്യണം, ഇവർ പറയുന്ന പോലെ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം, ഇവരുടെ ആജ്ഞകൾ അനുസരിക്കണം, അങ്ങനെയുള്ളതായിരുന്നു അല്ലെ. അപ്പൊ ഈ ഐബക്കിന്റെ എന്താണ് 1200കളുടെ തുടക്കത്തിൽ ഇൽത്തുമിഷ് എന്ത് ചെയ്തു? ഐബക്കിന്റെ അടിമയായിട്ട് എന്ത് ചെയ്യണം? ആദ്യം തുടക്കത്തിൽ മാറുകയാണ്. സിന്ധു നദീതട മേഖലയിൽ നിന്ന് ഏറെക്കുറെ വിട്ടുനിന്ന കാരണം മംഗോളിയക്കാർ എന്താണ് സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. 1220 അദ്ദേഹം സിന്ധു നദീതട പ്രദേശം ആക്രമിച്ചു. അപ്പൊ കൂടെ നിന്നിട്ട് നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്കിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങുകയാണ്? ഇൽത്തുമിഷ് രംഗത്തിറങ്ങുകയാണ്. അപ്പൊ ആക്രമണങ്ങളൊക്കെ ഇങ്ങോട്ട് തുടങ്ങുകയാണ് അല്ലെ, കഥ തുടരുകയാണ് അല്ലെ. പിന്നെ എന്താണ്? പരാജയപ്പെടുത്തുകയും രാജാക്കന്മാരെ പരാജയപ്പെടുത്തുകയും പഞ്ചാബിന്റെയും സിന്ധിന്റെയും വലിയ ഭാഗങ്ങൾ തന്റെ സാമ്രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും തുടർന്ന് അബ്ബാസിഡ് ഖലീഫ അൽ മുസ്താഹിൻസിർ ഇന്ത്യയിൽ തന്റെ അധികാരം എന്ത് ചെയ്തു? അംഗീകരിച്ചു. കുറച്ചു പേർ വർഷത്തിന് ശേഷം ഗോളിയാർ പിടിച്ചെടുത്തു. ബംഗാളിലെ കലാപം അടിച്ചമർത്തി. ഇദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം നടന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയായിരുന്നു? ഇൽത്തുമിഷ് ഭരണത്തിൽ കയറിയതിനു ശേഷം എന്ത് ചെയ്തു? ഇവിടെ എന്താണ് സംഘർഷങ്ങളൊക്കെ അടിച്ചമർത്തുകയും അതുപോലെ ഗോളിയാർ പിടിച്ചെടുക്കുകയും ചെയ്തു. മധ്യകാല ഇന്ത്യയിലെ നിയന്ത്രിത നഗരങ്ങളായ ഫിൽസ, ഉജ്ജയിൻ എന്നീ സ്ഥലങ്ങളും അദ്ദേഹം ആക്രമിച്ചു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ആക്രമിച്ചു. വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഗോൾസ്മെൻ കീഴുദ്യോഗസ്ഥരെ പുറത്തിറക്കി. അപ്പൊ ഇങ്ങനെയുള്ള അയാളുടെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഭരണത്തിൽ എത്തിയ ഉടനെ തന്നെ ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ അടിമയായിട്ടാണ് വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അടിമ എന്തായി വന്നത്? അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? കളത്തിലോട്ട് ഇറങ്ങുകയും പല രാജ്യങ്ങളെയും എന്ത് ചെയ്തു? ആക്രമിക്കുകയൊക്കെ ചെയ്തു, കൊള്ളയടിച്ചു. സുൽത്താനേറ്റിന്റെ ആധിപത്യത്തിന് അടിത്തറ പാകിക്കൊണ്ട് സുൽത്താനേറ്റിന്റെ ആധിപത്യത്തിന് അടിത്തറ പാകിക്കൊണ്ട് ഇൽത്തുമിഷ് സുൽത്താനേറ്റിന്റെ ഭരണം സംഘടിപ്പിച്ചു. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ 2 പ്രധാനപ്പെട്ട നാണയങ്ങളായ തങ്കയെന്നും ജിദൽ എന്ന് പറയുന്ന നാണയങ്ങൾ അദ്ദേഹം ഏകീകരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നു. ഇവിടെ വേറൊന്നുമല്ല, നമ്മൾ ചെറുതായിട്ട് ഇൽത്തുമിഷിന്റെ ലൈഫ് സ്റ്റൈൽ നോക്കി, അതായത് അയാളുടെ ചൈൽഡ്ഹുഡ് നോക്കി, പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കി. എന്തൊക്കെയായിരുന്നു? ഇന്ത്യയിലെ തുർക്കി ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്ന് ആരെ നമുക്ക് പറയാം? ഇൽത്തുമിഷിനെ പറയാം. കാരണം എന്താണ്? തുർക്കി ഭരണം ഏകീകരിക്കുകയും ഗോളിയാർ അതുപോലെ തന്നെ രൺപൂർ, ഉജ്ജയിൻ എന്നീ സ്ഥലങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? പിടിച്ചെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു അടിമയാണ് അല്ലെ. എന്നിട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കാം? റിയൽ ഫൗണ്ടർ എന്ന് വിളിക്കാം. അവയെ എവിടെ കൊണ്ടുവന്നു? ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയും പിന്നെ എന്താണ് സാധ്യമായ മംഗോളിയൻ ആക്രമണത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹം രക്ഷിച്ചു, രാജ്യത്തെ രക്ഷിക്കുകയും പിന്നെ ധനകാര്യ റവന്യൂ വകുപ്പുകളെല്ലാം ഏകീകരിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ ഇവിടെ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഇയാളുടെ ലൈഫ് എങ്ങനെയായിരുന്നു? ചെറുപ്പത്തില് എന്തായിരുന്നു? അടിമയായിരുന്നു. ഒരു ചെറുപ്പത്തിൽ അടിമയായിരുന്ന അദ്ദേഹത്തെ പല രാജാക്കന്മാരുടെ കീഴിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഖുത്ബുദ്ദീൻ ഐബക്കിനെ എന്താ ചെയ്തത്? നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്ക് ഈ ഇൽത്തുമിഷിനെ എന്ത് ചെയ്തു? വിലക്ക് വാങ്ങുകയാണ്. വിലക്ക് വാങ്ങിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വേണ്ടിയിട്ട് രംഗത്തേക്ക് ഇറങ്ങി? ഇൽത്തുമിഷ് രംഗത്തിലോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ 1220കളുടെ തുടക്കത്തില് ഇൽത്തുമിഷ് സിന്ധു നദീതട മേഖലയിൽ നിന്ന് ഏറെക്കുറെ എന്ത് ചെയ്തു? വിട്ടുനിൽക്കുകയും അവിടെ ആക്രമണം അഴിച്ചുവിടുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ എന്താ സംഭവിച്ചത്? ഗോളിയാർ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൈകളിൽ ആവുന്നത്. ഒരുപാട് ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ഗോളിയാർ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ കീഴുദ്യോഗസ്ഥരെ പുറത്താക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. സുൽത്താനേറ്റിന്റെ ആധിപത്യത്തിന് അടിത്തറ പാകിയത് ആരായിരുന്നു? നമ്മുടെ ഇൽത്തുമിഷ് ആയിരുന്നു. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ പ്രധാന അടിസ്ഥാന നാണയങ്ങളായിരുന്നു തങ്ക എന്ന
വെള്ളി നാണയവും ജിതൽ എന്ന എന്താണ് ചെമ്പ് നാണയം ഒക്കെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. സിമ്പിൾ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. എക്സ്പാൻഷൻ അണ്ടർ ദ ഖിൽജി. ഹൽജി വംശം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതുപോലെ സയ്യിദ് വംശം, ലോധി വംശം, ഹൽജി വംശം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പറയുന്നുണ്ട് ഹൽജി. എങ്ങനെയാണ് ഹൽജി? തുർക്കി സുൽത്താൻമാരുടെ കീഴിലുള്ള ആദ്യകാല അധിനിവേശം കുതിച്ചുചാട്ടം 13-ാം നൂറ്റാണ്ട് മധ്യത്തോടെയാണ് എന്ത് ചെയ്ത് അവസാനിച്ചത്. അപ്പൊ ഈ തുർക്കി സുൽത്താൻമാരെ എന്ത് ചെയ്തു? ആദ്യമൊക്കെ നല്ല എന്താണ് ഉയർന്നിങ്ങനെ വരികയാണ്. അപ്പൊ തുർക്കി പോയിട്ടാണ് ഇനി അടുത്ത ആര് വരാൻ? ഖിൽജി വരാനുണ്ട്. ഈ നമ്മുടെ ഇപ്പോൾ പിൽക്കാല സുൽത്താൻമാരുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് എന്താണ്? സുൽത്താനേറ്റിന്റെ ഏകീകരണമാണ്. 13ാം സെഞ്ചുറി അല്ലെങ്കിൽ 13th സെഞ്ചുറിയിൽ തുർക്കി മേധാവിത്വം അട്ടിമറിക്കപ്പെട്ടു. തുർക്കി മേധാവിത്വം പോയിട്ട് ആര് വരികയാണ്? ഹൽജി ഡൈനാസ്റ്റി വരികയാണ്. ഹൽജി സുൽത്താനേറ്റിന്റെ ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു ജലാലുദ്ദീൻ. ഓക്കെ, ജലാലുദ്ദീൻ. പക്ഷെ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള സാമ്രാജ്യ പരിപാടികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടപ്പാക്കാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിനുള്ള ഇച്ഛാശക്തിയോ അതിനുള്ള ആ ഒരു കഴിവോ ഒന്നും ഈ ജലാലുദ്ദീന് ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു പഠിക്കുക. ഹൽജി ഡൈനാസ്റ്റിയില് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? ജലാലുദ്ദീൻ അല്ലെ? ഹൽജി വംശത്തിലെ ആദ്യത്തെ വ്യക്തി ജലാലുദ്ദീൻ ആണ്. ഈ ജലാലുദ്ദീൻ എങ്ങനെയാ മുന്നോട്ട് നയിക്കാനുള്ള ആ ഒരു കഴിവോ അതിനുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റിയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു എഫിഷ്യൻസിയോ ഈ ജലാലുദ്ദീന് ഇല്ലായിരുന്നു. പകരം അവിടെ ആരാ വരായിരുന്നത്? ജലാലുദ്ദീന്റെ മരണത്തിന് ശേഷം ഭരണത്തിലെത്തിയതാണ് അലാവുദ്ദീൻ ഖിൽജി. ശ്രദ്ധിച്ചു പഠിക്കുക. ജലാലുദ്ദീന്റെ ഡെഡിന് ശേഷം, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആര് വരികയാണ്? അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്യുകയാണ്? ഭരണത്തിലോട്ട് വരികയാണ്. അദ്ദേഹം ഭരണത്തിലോട്ട് വന്നപ്പോൾ ധാരാളം സാമ്രാജ്യ പദ്ധതികൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ധാരാളം സാമ്രാജ്യ പദ്ധതികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന് വേണ്ട ഒരുപാട് ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നടപ്പിലാക്കുകയുണ്ടായി. ഓക്കെ, ഇനി ഇവിടെ എന്താ പറയുന്നത്? ഒരു പുതുയുഗത്തിന് തന്നെ കാരണമായി. അലാവുദ്ദീൻ ഖിൽജിയാണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യ പദ്ധതികളൊക്കെ ഒരു പുതുയുഗത്തിന് കാരണമായി. തന്റെ സ്ഥാനം ഉറപ്പിച്ച അദ്ദേഹം ഖിൽജി 1299 ഗുജറാത്ത് മേഖലയിൽ തന്നെ അദ്ദേഹം പരിവേഷണം നടത്തി. കാരണം ഈ ഗുജറാത്താണ് ആദ്യം നോട്ടമിട്ടത്. എല്ലാ ഭരണാധികാരികളും അധികാരത്തിൽ വരുമ്പോൾ നോട്ടമിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഗുജറാത്ത്. എന്തെന്നറിയാവോ? ഈ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ അവിടുത്തെ വെൽത്ത്, സമ്പത്തിന് ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാര് എന്ത് ചെയ്തു? അട്രാക്ട് ചെയ്തു. അപ്പൊ ഈ ഒരുപാട് നല്ല നല്ല വിഭവങ്ങൾ ഉള്ളിടത്തല്ലേ നമ്മൾ അട്രാക്റ്റ് ആവുള്ളൂ അല്ലെ? നിങ്ങൾ തന്നെ എക്സാമ്പിള് ഒരു 2 നമ്മള് ടെക്സ്റ്റൈൽസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു ടെക്സ്റ്റൈൽസിൽ ധാരാളം ഡ്രസ്സുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, നല്ല സെലക്ഷനും കാര്യങ്ങളുണ്ട്. മറ്റേതിൽ അത്ര അങ്ങോട്ടൊന്നുമില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ അട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വിലക്കുറവിൽ ഒക്കെ ഉള്ള സ്ഥലത്താണ് നിങ്ങളുടെ കണ്ണെത്തുന്നത്. കാലും അവിടേക്ക് തന്നെ എത്തും. അപ്പൊ അതുപോലെ ഈ ഗുജറാത്ത് എന്ന് പറയുന്ന പ്ലേസ് എങ്ങനെയായിരുന്നു? വളരെ സമ്പത്തുകൾ കൊണ്ട് സമ്പത്തുകൾ കൊണ്ട് വളരെ നല്ല മുൻപന്തി നിന്ന ഒരു സ്ഥലമാണ് ഗുജറാത്ത്. ആ സ്ഥലത്തെ എന്ത് ചെയ്തു? അലാവുദ്ദീൻ ഖിൽജി നോട്ടമിട്ടു. കാരണം വെൽത്തിന്റെ പ്രാധാന്യം കൊണ്ട് ആകർഷിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നു. അലാവുദ്ദീന്റെ ഏറ്റവും മികച്ച സൈന്യാധിപനായിരുന്നു ഉല്ലുഗ് ഖാൻ. ഓക്കെ, ഉല്ലുഗ് ഖാനും നുസ്രത്ത് ഖാനും. ശ്രദ്ധിച്ചിരിക്കാം, അലാവുദ്ദീൻ ഖിൽജിയുടെ പ്രധാനപ്പെട്ട സൈന്യാധിപനായിരുന്നു ഉല്ലുഗ് ഖാനും പിന്നെന്താണ് നുസ്രത്ത് ഖാനും. ഇവർ എന്ത് ചെയ്തു? ഒരു സംയുക്ത സൈന്യമായിട്ട് നയിക്കുകയും ഗുജറാത്ത് പ്രവിശ്യകളൊക്കെ എന്ത് ചെയ്തു? കൊള്ളയടിക്കുകയും തലസ്ഥാനമായ അൽ ഹിൻവാര വരെ പിടിച്ചെടുക്കുകയും ചെയ്തു. ക്യാപിറ്റൽ, ഗുജറാത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു അൽ ഹിൻവാര അല്ലെ? അൽ ഹിൻവാര എന്ത് ചെയ്തു? പിടിച്ചെടുക്കുകയും ഗുജറാത്തിന്റെ ഭരണ നിയന്ത്രണം ഗവർണറായി എന്ത് ചെയ്തു? ആൽപ് ഖാനെ നിയമിക്കുകയും ചെയ്തു. അപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? നുസ്രത്ത് ഖാനും ഉല്ലുഗ് ഖാനും അലാവുദ്ദീൻ ഖിൽജിയുടെ ആ ഒരു ഫോളോ പിന്തുടർന്ന് ഇവിടെ നിയന്ത്രണം എന്ത് ചെയ്യുകയാണ്? പിടിച്ചെടുക്കുകയും അവിടെ കൊള്ളയടിക്കുകയും. ഗുജറാത്തിൽ ഇനി ഒന്നും തന്നെ ഇല്ല, അവിടെ കൊള്ളയടിക്കുകയും അവിടുത്തെ ഗവർണറായ ആരെ തിരഞ്ഞെടുത്തു? ആൽപ് ഖാനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിനും പടിഞ്ഞാറോട്ടുള്ള വികസനത്തിനും 1305 അടുത്തതായി തകർന്നത് മാൾവ രാജ്യമായിരുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? അടുത്ത് ഗുജറാത്ത് എല്ലാം നോട്ടമിട്ടു, അവിടെ തകർത്തു. അത് കഴിഞ്ഞ ശേഷം ഇനി എങ്ങോട്ടേക്കാ പോകുന്നത്? പരിവേഷണം നടത്താൻ പോകുന്നത് എവിടേക്കാണ്? മാൾവ അല്ലെ? മാൾവ പ്രവേശിയും എന്ത് ചെയ്തു? അവർ എന്ത് ചെയ്തു? തടഞ്ഞു, അല്ലെങ്കിൽ അതിനെയും പതനത്തിന് വിധേയമാക്കി. അതിനുശേഷം ഉജ്ജയിന്, ദാറ്, ചന്ദേരി അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളെയും ഈ അലാവുദ്ദീൻ ഖിൽജി നിയന്ത്രണത്തിന്റെ കീഴിലാക്കി, അദ്ദേഹത്തിന്റെ കാൽ ചുവട്ടില് ആക്കി എന്നാണ് ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഫസ്റ്റ് അലാവുദ്ദീൻ ഖിൽജിക്ക് മുന്നേ ജലാലുദ്ദീൻ ഖിൽജി വരികയാണ്. ജലാലുദ്ദീൻ ഖിൽജി അത്രയും സ്ട്രോങ് ആയിരുന്നില്ല, ഭരണത്തിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുവാനോ അതിനുള്ള എഫിഷ്യൻസിയോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു.
അപ്പൊ അദ്ദേഹത്തിന് ശേഷം വന്ന വ്യക്തിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഇദ്ദേഹം സമർത്ഥനായ ഒരു ഭരണാധികാരിയായിരുന്നു അല്ലെ. അയാളുടെ കമ്പോള പരിഷ്കരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയുടെ കമ്പോള പരിഷ്കരണങ്ങളൊക്കെ, മാർക്കറ്റ് റിഫോംസ് അല്ലെ, അളവ് തൂക്ക കാര്യങ്ങൾ ഏകീകരിക്കുകയും രാജ്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം നല്ല കോൺട്രിബ്യൂഷൻസ് കൊടുത്ത വ്യക്തിയായിരുന്നു നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി. അതായത് കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തു? തടസ്സപ്പെടുത്തി. അതൊന്നും വേണ്ട അല്ലെ. ഈ ഫുഡ് പദാർത്ഥങ്ങളൊക്കെ ഒളിപ്പിച്ചു വയ്ക്കുന്നത്, കരിഞ്ചന്ത കൂടിയ വിലക്ക് വിൽക്കുന്ന ഏർപ്പാടൊക്കെ നിർത്തലാക്കിയ വ്യക്തിയാണ് അലാവുദ്ദീൻ ഖിൽജി. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഇവിടെ അതാണ് ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജിക്ക് നല്ലതായിട്ട് ഭരിക്കാനോ കാര്യങ്ങളോ ഒന്നും അറിവില്ലാത്തത് കൊണ്ട് ആര് വരികയാണ്? അലാവുദ്ദീൻ ഖിൽജി വരികയാണ്. അലാവുദ്ദീൻ ഖിൽജി എന്താ സംഭവിച്ചത്? ആദ്യം നോട്ടമിട്ടത് എവിടെയാണ്? ഗുജറാത്ത്. ആദ്യം നോട്ടമിട്ട പ്ലേസ് ഏതായിരുന്നു? ഗുജറാത്ത്. ഗുജറാത്തിന് നോട്ടമിടുകയും, ഗുജറാത്തിന്റെ നോട്ടമിടാൻ കാരണം അവിടുത്തെ വെൽത്ത് എങ്ങനെയായിരുന്നു? വളരെ ഇഷ്ടംപോലെ സാമ്പത്തികം ഉണ്ടായിരുന്നു. അവിടുത്തെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തെ എന്ത് ചെയ്തു? അട്രാക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സൈന്യാധിപന്മാരായ ഉല്ല് ഖാനും നുസ്രത്ത് ഖാനും ഈ ഗുജറാത്തിനെ കൊള്ളയടിക്കുകയും അദ്ദേഹത്തിന്റെ തലസ്ഥാനമായ, അതായത് ഗുജറാത്തിന്റെ തലസ്ഥാനമായ അൽ ഹിൽവാര വരെ എന്ത് ചെയ്തു? പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നിട്ട് അവിടെ ആൽപ് ഖാനെ എന്ത് ചെയ്തു? ഗവർണറായിട്ട് നിയമിക്കുകയും ചെയ്തു. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ ശേഷം അടുത്ത് എവിടേക്ക് തിരികെ ഇരിക്കുകയാണ്? തിരികെ എത്തിയത് മാൾവയിലാണ്, മാൾവ സാമ്രാജ്യത്തിൽ അല്ലെ. മാൾവയായിരുന്നു അടുത്തൊരു രാജ്യം. ഒരു വിശാലമായ പ്രദേശമായിരുന്നു മാൾവ എന്ന് പറഞ്ഞത്. ആ മാൾവയുടെ പതനത്തിന് ശേഷം ഉജ്ജയിൻ, ദാർ, ചന്ദേരി എന്നിവയും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലേക്ക് ആക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അതിന്റെ അർത്ഥം ഒരു കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു ആര്? നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? പേരുകളൊക്കെ കേട്ടിട്ട് ഭയങ്കര കടുകട്ടിയാണെന്ന് വിചാരിക്കേണ്ട, സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ ക്ലാസ് കൂടെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ദ മംഗൾ പ്രോബ്ലം, മംഗോളിയൻ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൊഫസർ നിസാമി പറയുന്ന ഒരു കാര്യമുണ്ട്. നിസാമി ഒരു ഡെഫിനിഷനാണ്, പഠിച്ചു വെക്കുക. പ്രൊഫസർ നിസാമി പറയുന്നു, മംഗോളിയൻ വെല്ലുവിളിയോടുള്ള സുൽത്താനിറ്റിൻ പ്രതികരണത്തെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പം സുൽത്താനിറ്റിന്റെ മംഗോളിയൻ വെല്ലുവിളിയോടുള്ള സുൽത്താനിറ്റിന്റെ ആ ഒരു പ്രതികരണത്തെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. എന്താണ്? അകൽച്ചയെന്നും പ്രീണനയമെന്നും പ്രതിരോധമെന്നും. അപ്പീസ്മെന്റ്, അതുപോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഈ അകൽച്ച, പ്രീണനയം, പ്രതിരോധം എന്നൊക്കെ പറയുന്നത്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലെ മംഗോളിയൻ ഭീഷണിയിലും അതിന്റെ പ്രത്യാഘാതങ്ങളിലുമാണ് നമ്മുടെ ഊന്നല്. ഓക്കെ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലെ മംഗോളിയൻ ഭീഷണിയിലും അതിന്റെ പ്രത്യാഘാതങ്ങളിലുമാണ് നമ്മുടെ ഊന്നല്. ഡൽഹി സുൽത്താൻമാരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കുഷ് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട കാബൂർ, ഗസ്നി, കാണ്ഡഹാർ രേഖയുടെ നിയന്ത്രണം ശാസ്ത്രീയ അതിർത്തി സ്ഥിരപ്പെടുത്തുന്നതിന് മാത്രമല്ല, ചൈനയിൽ നിന്നും മധ്യേഷ്യ, പേർഷ്യ എന്നിവരുടെ കടന്നു പോകുന്ന പ്രധാന സിൽക്ക് റൂട്ടുമായിട്ട് ഇന്ത്യ ബന്ധിപ്പിക്കും. നമുക്കറിയാം സിൽക്ക് റൂട്ട് അല്ലെ, സീ റൂട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല റിസോഴ്സസ് ഒക്കെ ഉള്ള ഇന്ത്യയില് എന്ത് സംഭവിക്കുകയാണ്? ഇവിടെ ഒരു അകൽച്ചയും പ്രീണനയവും പ്രതിരോധവും ഒക്കെ ഉടലെടുത്ത സമയമാണ് ഇവിടെ. അത് മാത്രമല്ല, ചൈനയിൽ നിന്ന് മധ്യേഷ്യ, പേർഷ്യ എന്നിവരുടെ കടന്നു പോകുന്ന സിൽക്ക് റൂട്ട് ഇന്ത്യ ബന്ധിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ വികസനം പുതുതായി സ്ഥാപിച്ച തുർക്കി ഭരണകൂടത്തെ ആ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല. മംഗോളിയൻ ആക്രമണം മൂലമുണ്ടായ സാഹചര്യം ഡൽഹി സുൽത്താൻമാരെ ചെനാബിൽ ആശ്വസിക്കാൻ നിർബന്ധിതമായി. കാരണം നമുക്കറിയാം ഇവിടെ മംഗോളിയൻസ് എന്ത് ചെയ്തു? മംഗോളിയൻ വംശം ഇവിടെ തകർന്ന്, മാൾവ പ്രവിശ്യൊക്കെ തകർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇവിടെ ഏത് സ്ഥലത്തിലോട്ടും പ്രശ്നങ്ങൾ വ്യാപിക്കുകയാണ്. മംഗൾ പ്രോബ്ലംസ് തൊട്ട് വരികയാണ് ഇവിടെ. അതേസമയം സിന്ധ്, സത്ലജ് മേഖല ഏറ്റുമുട്ടലുകളുടെ കേന്ദ്രമായിട്ട് മാറുകയാണ്. സിന്ധും സത്ലജ് എന്ന് പറയുന്ന മേഖലയൊക്കെ എന്താണ്? ഏറ്റുമുട്ടലിന്റെ കേന്ദ്രമായിട്ട് മാറുകയും അങ്ങനെ സിന്ധ് ഇന്ത്യയുടെ സാംസ്കാരിക അതിർത്തി മാത്രമായിട്ട് മാറുകയാണ്. എല്ലാ പ്രായോഗിക ആവശ്യങ്ങൾക്കും നിയന്ത്രണ രേഖ സിന്ധുവിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മാറി. ഇവിടെ കുറച്ച് പ്രൊവിൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മംഗൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രാജ്യങ്ങൾ തമ്മിലുള്ള അകൽച്ച, പ്രീണനയം, പ്രതിരോധത്തിന്റെ ആ ഒരു ഫാക്ടറാണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലെ മംഗോളിയൻ ഭീഷണി എന്ന് പറഞ്ഞാൽ വളരെ എന്താണ്? ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്ന ഒരു സമയമാണ്. അതിന്റെ പ്രത്യാഘാതങ്ങളിലാണ് നമ്മുടെ ഊന്നൽ എന്ന് പറയുന്നത്. കാരണം ഡൽഹി സുൽത്താൻമാരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കുഷ്, അതുപോലെ പർവ്വനിരകൾ ചുറ്റപ്പെട്ട കാബൂൾ, ഗാന്ധി, കാണ്ഡഹാർ രേഖയുടെ നിയന്ത്രണം ശാസ്ത്രീയ അതിർത്തി സ്ഥിരപ്പെടുത്തുന്നതിന് മാത്രമല്ല, ചൈനയിൽ നിന്ന് മധ്യേഷ്യ, പേർഷ്യ എന്നിവ സംബന്ധിക്കുന്ന നമുക്കുള്ള സിൽക്ക് റൂട്ട് ഉണ്ടായിരുന്നു. അതിനെല്ലാം തകർത്തെറിയണം എന്ന് ഇവർ എന്ത് ചെയ്തു? ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. മംഗോളിയൻ പ്രശ്നത്തെ കുറിച്ചാണ് അല്ലെ ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? സിന്ധും സത്ലജ് എന്ന് പറഞ്ഞ മേഖല ഏറ്റുമുട്ടലുകളുടെ കേന്ദ്രമായിട്ട് മാത്രം മാറുകയാണ്. എന്താ മാറിയത്? ഏറ്റുമുട്ടലിന്റെ കേന്ദ്രമായിട്ട് മാത്രം മാറി. അങ്ങനെ സിന്ധ് ഇന്ത്യയുടെ സാംസ്കാരിക അതിർത്തി മാത്രമായിട്ട് തുടർന്നു. എല്ലാ പ്രായോഗിക ആവശ്യങ്ങൾക്കും നിയന്ത്രണ രേഖ
സിന്ധുവിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മാത്രം മാറി. ഇത് ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളതെന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയുടെ റിഫോംസ്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് പഠിച്ച ഇൽത്തുമിഷിന്റെ കാര്യങ്ങൾ. ഈ രണ്ട് ക്വസ്റ്റ്യൻ അകത്തുനിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, അതിനകത്ത് ചിലപ്പോൾ എടുത്ത് ചോദിക്കാം നമ്മുടെ ഇൽത്തുമിഷിന്റെ ഭാവി ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡ് ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതുക. അല്ലാതെ നമ്മുടെ ഇൽത്തുമിഷിന്റെ ഭരണം എങ്ങനെയായിരുന്നു അത്, പിന്നെ നാണയങ്ങളെ കുറിച്ച് നോക്കി അത് ചോദിക്കാം. പിന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ റിഫോംസ് ചോദിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റ് റിഫോംസും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ എന്തോ ഉണ്ടായ സംഭവ വികാസങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓവറാൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പാഠം ഡൽഹി സുൽത്താനേറ്റ് കൺസോൾട്ടേഷൻ ആൻഡ് എക്സ്പാൻഷൻ അല്ലെ. കൺസോൾട്ടേഷൻ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, ഇവിടെ ഒരുപാട് തുർക്കി ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകനായിട്ട് നമുക്ക് ഇൽത്തുമിഷിനെ തന്നെ എന്ത് ചെയ്യണം, കണക്കാക്കണം. കാരണം ഒരു തുർക്കീനെ ഏകീകരിച്ചത് അല്ലെ, ആ ഭരണത്തെ കുടക്കീഴിൽ തന്നെ കൊണ്ടുവന്നത് ആരാണ്, നമ്മുടെ ഇൽത്തുമിഷാണ്. ഇൽത്തുമിഷാണ് എന്ത് ചെയ്തത്, ആ ഒരു രാജ്യത്തെ ഏകീകരിക്കുക യൂണിഫൈ ചെയ്ത വ്യക്തി നമ്മുടെ ഇൽത്തുമിഷാണ്. കാരണം ഗോളിയാർ, മാൾവ, രൺപൂർ, ഉജ്ജയിൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുക്കുകയും ഒരു നിസാര ഒരു അടിമയായിരുന്ന വ്യക്തി ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ ഭവനത്തിൽ എന്ത് ചെയ്തു വരികയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പോരാടുകയും ഒക്കെ ചെയ്തു. റവന്യൂ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുകയും ധനകാര്യ വകുപ്പുകളൊക്കെ പുനഃസംഘടിപ്പിച്ച വ്യക്തിയായിരുന്നു ആര്, നമ്മുടെ ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ഏറെക്കുറെ സങ്കീർണമായിരുന്നു അല്ലേ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. ആദ്യം കുറച്ച് സങ്കീർണമൊക്കെ ആയിരുന്നുവെങ്കിലും മംഗോളിയക്കാർ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്തത്, പഞ്ചാബിന്റെയും അതുപോലെ തന്നെ സിന്ധിന്റെയും വലിയ ഭാഗങ്ങളൊക്കെ സാമ്രാജ്യത്തിലേക്ക് എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്തു. എല്ലാ സാമ്രാജ്യങ്ങളെയും എന്ത് ചെയ്തു, കൂട്ടിച്ചേർക്കുകയും തുടർന്ന് അബ്ബാസിഡ് ഖലീഫ അൽ മുസ്താഹിൻ ഇന്ത്യയിൽ തന്റെ അധികാരം അംഗീകരിച്ചു അല്ലെ. ഇദ്ദേഹത്തിന്റെ അംഗീകാരം അംഗീകരിക്കുകയും തുടർന്ന് എന്ത് ചെയ്തു, കലാപം അടിച്ചമർക്കുകയും ഗോളിയാർ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. മധ്യ ഇന്ത്യയിലെ നിയന്ത്രിത നഗരങ്ങളായ ഫിൽസ, ഉജ്ജയിൻ എന്ന് പറയുന്ന സ്ഥലങ്ങളും ആക്രമിച്ചു. അപ്പൊ സുൽത്താനേറ്റിന്റെ ആധിപത്യത്തിന് അടിത്തറ പാകിക്കൊണ്ട് ഇൽത്തുമിഷ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഭരണം സംഘടിപ്പിക്കുകയാണ്. അദ്ദേഹം കൊണ്ടുവന്നതാണ് തങ്ക എന്ന വെള്ളി നാണയവും ചെമ്പ് എന്ന ജിതൽ എന്ന് പറയുന്ന നാണയം, ചിതൽ എന്ന ചെമ്പ് നാണയവും ഒക്കെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. അപ്പൊ പിന്നെ ഹർജി എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അത് രണ്ടും എന്ത് ചെയ്യുക, മറ്റു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, പഠിക്കുക. തുർക്കി സുൽത്താന്റെ കീഴിലെ ആദ്യകാല അധിനിവേശ കുതിച്ചുചാട്ടം എപ്പോഴാണ് തുടങ്ങിയത്, 13ാം നൂറ്റാണ്ടിൽ 13ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത്. ആ സമയത്താണ് എന്ത് സംഭവിച്ചത്, ഹർജി സുൽത്താനേറ്റിന്റെ ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു ആര്, ജലാലുദ്ദീൻ ഖൽജി. പക്ഷെ ജലാലുദ്ദീൻ ഖൽജിക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഭരണം കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കാതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആര് വരികയാണ്, അലാവുദ്ദീൻ ഖൽജി രംഗപ്രവേശനം ചെയ്യുകയും അലാവുദ്ദീൻ ഖൽജിയുടെ ഭാഗമായിട്ട് അല്ലെ, അലാവുദ്ദീൻ ഖൽജിയുടെ ആ ഒരു രീതി എങ്ങനെയായിരുന്നു, സ്ട്രോങ് ആയിരുന്നു. കാരണം ആദ്യം നോട്ടമിട്ടത് എവിടെയായിരുന്നു, ഗുജറാത്തിനെ. നോട്ടമിടാൻ കാരണം എന്തായിരുന്നു, ഗുജറാത്തിലെ സമ്പത്ത് അല്ലെ. ഗുജറാത്തിലെ സമ്പത്ത് അദ്ദേഹത്തെ എന്ത് ചെയ്തു, വളരെയധികം അട്രാക്ട് ചെയ്തു. ഗുജറാത്തിനെ കൊള്ളയടിക്കുകയും കവർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു. പിന്നെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യ പദ്ധതികൾ ഒരു പുതുയുഗത്തിന് തന്നെ കാരണം. നമുക്കറിയാം ഒരു 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 ഉണർവോ ഒരു ഉയരോ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു രാജ്യത്തില് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാം ടോട്ടലി നശിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കഴിവുറ്റ ഒരാൾ വന്നിട്ട് പുതിയ പുതിയ പരിപാടികളൊക്കെ ആഹ്വാനം ചെയ്യുമ്പോൾ ആ നാട് കുറച്ചുകൂടെ എന്തായി മാറും, സ്ട്രോങ് ആയിട്ട് മാറും. അതുപോലെ ഇവിടെ എന്താ സംഭവിച്ചത്, അലാവുദ്ദീൻ ഖൽജി എന്ത് ചെയ്തു, ഭരണത്തിലോട്ട് വന്ന സമയത്ത് ഒരു പുതിയ ഉണർവ് തന്നെ ഉണ്ടാകുകയും ഗുജറാത്തിനെ പിടിച്ചെടുക്കുകയും തന്റെ സാമ്രാജ്യത്തെ വിപുലീകരിക്കുകയും ഏകീകരിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തു. ഗുജറാത്ത് പിടിക്കാൻ കാരണം എന്തായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന സമ്പത്ത് അല്ലെ. അദ്ദേഹത്തിന്റെ സൈന്യാധിപന്മാരായിരുന്നു ഉല്ലുഖ് ഖാനും നുസ്രത്ത് ഖാനും. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു, ഗുജറാത്തെ കൊള്ളയടിച്ചു. ഗുജറാത്തിലുള്ള എല്ലാ വിഭവങ്ങളും കൊള്ളയടിക്കുകയും ആ ഗുജറാത്ത് പ്രവിശ്യകളൊക്കെ എന്ത് ചെയ്തു, പിടിച്ചെടുക്കാതെ ഗുജറാത്തിന്റെ തലസ്ഥാനമായ അൽ ഹിൽവാര വരെ എന്ത് ചെയ്തു, പിടിച്ചെടുക്കുകയും അവിടുത്തെ സാമ്രാജ്യം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കൈകളിൽ ഗവർണറായ ആൽപ് ഖാനെ നിയന്ത്രിക്കുകയും ചെയ്തു. സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലും പടിഞ്ഞാറോട്ടുള്ള വികസനം ഒക്കെ എന്ത് ചെയ്തു, അടുത്ത് അത് കഴിഞ്ഞ ശേഷം അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എവിടേക്ക് വരികയാണ്, മാൾവയിലോട്ട് അല്ലെ. മാൾവയെ അതുപോലെ എന്ത് ചെയ്തു, തകർത്തെറിഞ്ഞു. മാൾവ പ്രവിശ്യയുടെ പതനത്തിന് ശേഷം ഉജ്ജയിൻ, ദാർ, ചന്ദേരി ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളെ അദ്ദേഹം നിയന്ത്രണത്തിൽ ആക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ടുള്ള ഇത്രയാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. ഒന്ന് വായിക്കുക, അതുപോലെ ക്ലാസ് ഒന്ന് എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലുള്ള കുറച്ച് കാര്യങ്ങളൂടെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന്
പറയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റി ആണ് അല്ലെ. ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റിയിൽ വേട്ടയാടലും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റിയിൽ സർവേ ഓഫ് ഇന്ത്യ അല്ലെ. സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാഠമല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്, അത് ഫസ്റ്റ് ഇയറിലുള്ളത് അല്ലെ. അപ്പോൾ നമ്മൾ അതിലും ഇതുപോലെ കാര്യങ്ങൾ ഇന്നോവേഷനും കാര്യങ്ങളും പഠിച്ച ഒരു പാഠമാണ് യൂണിറ്റ് 2 സർവേ ഓഫ് സോഴ്സസ്. ഇന്ത്യയിലെ സർവേ ഓഫ് സോഴ്സസ് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അറബിക് ട്രഡീഷൻ. നിങ്ങൾ കമ്പാരിസൺ ചെയ്ത് പഠിക്കാം. ഫസ്റ്റത്തെ ഒരു തീമിൽ നിങ്ങൾക്ക് വരുന്നത് സോഴ്സസിനെ കുറിച്ചിട്ടാണ്. സെക്കൻഡ് തീമിൽ വരുന്നത് സെക്കൻഡിൽ വരുന്നത് പൊളിറ്റിക്കൽ ഫോർമേഷൻ ആണ്. നിങ്ങൾ ആ ഒരു തീം കൃത്യമായിട്ട് നോക്കി പഠിക്കുക. കാരണം ഫസ്റ്റത്തെ തീമിൽ വന്നത് നിങ്ങൾക്ക് വന്നതെന്ന് പറയുന്നത് ഒരു സോഴ്സസ്, നമുക്കിവിടെ ഉണ്ടായിരുന്ന മറ്റ് ഫീച്ചേഴ്സ്, ഹിസ്റ്റോറിക്കൽ പരമായിട്ട് ഫീച്ചേഴ്സിനെ കുറിച്ച്. എന്നാൽ അടുത്ത ഒരു പാഠത്തിൽ അടുത്തൊരു തീം തന്നെ എങ്ങനെയായിരുന്നു, പൊളിറ്റിക്കൽ ഫോർമേഷൻ ആയിട്ടാണ് വന്നത്. അപ്പൊ അത് മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ തീം വ്യത്യാസം അനുസരിച്ച് നമ്മുടെ പാഠത്തിന്റെ ആ ഒരു കട്ടി അല്ലെങ്കിൽ ആ ഒരു കാഠിന്യവും ചിലപ്പോൾ എന്ത് ചെയ്യാം, മാറി വരാം, കൂടിയും വരാം. ഓക്കെ, അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അത് വ്യത്യാസമുണ്ട്, പക്ഷെ ഓരോ തീമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റത്തെ തീമിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററെ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അതാണ് സർവേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സർവേ ഓഫ് സോഴ്സസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ തീമിൽ കുറച്ച് പാഠങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തെ പാഠമാണ് ഡൽഹി സുൽത്താനേറ്റ് കൺസോളിഡേഷൻ. കാരണം ഇതിലോട്ട് വരുമ്പോൾ ഒരു പൊളിറ്റിക്സ് പരമായിട്ട് മാറി, മറ്റേതിലോട്ട് വന്നപ്പോൾ ഹിസ്റ്ററി പരമായിട്ട് മാറി. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. കാരണം ഇതിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, യുദ്ധം, വെടിവെപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഈ പാഠം പോയി. ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് എന്താണ്, കോൺട്രിബ്യൂഷൻ ബറാനി, സിയാവുദ്ദീൻ ബറാനിന്റെ കാര്യങ്ങൾ. അതുപോലെ ഓർമ്മയുണ്ടോ എന്തോ, സിയാവുദ്ദീൻ ബറാനി, സൂഫി റൈറ്റിംഗ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഷ എന്താണെന്നൊക്കെ പഠിച്ച പാഠമാണ് ആദ്യത്തെ. അപ്പൊ രണ്ട് തീമും തമ്മിൽ നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അതെന്ന് വെച്ചാൽ രണ്ടും രണ്ട് തരത്തിലുള്ള ഇതിന്റെ ഒരു തുടർച്ചയല്ല, ഒരു കണ്ടിന്യൂറ്റി ഇല്ല. മനസ്സിലാവുന്നുണ്ട്? അതൊരു തീം അവിടെ സ്റ്റോപ്പ് ചെയ്ത് അടുത്ത തീമിലോട്ട് പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത തീമിലുള്ളത് അടുത്ത ഒരു മെത്തേഡാണ്. മറ്റതിൽ എങ്ങനെയാ വന്നത്, ഇബൻ ബത്തൂത്ത അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ ഹിസ്റ്റോറിക് പരമായിട്ടാണ്. ഇതിൽ പൊളിറ്റിക്സ് പരമായിട്ടാണ്, പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് ആണ് ഇതിൽ ഉദയം ചെയ്യുന്നത്. ഓക്കെ, മറ്റതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സിയാവുദ്ദീൻ ബറാനി അതൊന്നും ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്, നിങ്ങളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന കുട്ടികളാണ് അല്ലെ. നിങ്ങളോട് അതൊന്നും ചോദിച്ചിനി നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ട അല്ലേ, എല്ലാം പഠിച്ച കുട്ടികളല്ലേ. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, കാണുക, ക്ലാസ്സുകൾ കാണുക, അതിനൊന്ന് വിലയിരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. പാഠത്തിന്റെ ആ ഒരു എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലെവൽ കൂടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെയൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പൊ അവരും പഠിക്കട്ടെ. അപ്പൊ കോഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.